Next slide heading tangents and angles. Tangents and angles. Okay. ഇതേപോലെ ഒരു സർക്കിൾ ഡ്രോ ചെയ്ത് ദെൻ ഇതിൽ എന്താണ് എ ആൻഡ് ബി ആ 2 points ഓൺ എ സർക്കിൾ വിത്ത് സെന്റർ O. എന്നിട്ട് എ എന്നുള്ള പോയിന്റിൽ നിന്നുള്ള ടാൻജന്റും ബിയിൽ നിന്നുള്ള പോയിന്റിൽ നിന്നുള്ള ടാൻജന്റും മീറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ് സി. ഇവിടെയുള്ള ആംഗിളിന്റെ പ്രോപ്പർട്ടി നോക്കാം നമുക്ക്. എങ്ങനെ കിട്ടും? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലെ? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇതും 90 ഇതും 90. നമ്മുടെ ഒ എ സി ബി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ഈ രണ്ട് ആംഗിൾ കൂട്ടിയാൽ എത്രയാ കിട്ടത്? 180 ഡിഗ്രി കിട്ടും. ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? സപ്ലിമെന്ററി ആണ്. ഈ രണ്ട് ആംഗിളും സപ്ലിമെന്ററി ആണ്. ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആണെങ്കിൽ ഈ ക്വാഡ്രിലേറ്റർ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് അല്ലെ? ഇതിനെ കവർ ചെയ്യുന്ന നമുക്കൊരു സർക്കിൾ ഡ്രോ ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഇതിന്റെ എല്ലാ വെർട്ടീസസിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടിക്സ് ആഡ് ചെയ്താൽ എത്ര കിട്ടുന്നുണ്ട്? 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. സപ്ലിമെന്ററി ആണ്. അതായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെന്ന് പറയാം. അതായത് ആ ക്വാഡ്രിലേറ്ററിൽ എല്ലാ വെർട്ടീസസിനെയും കവർ ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നോട്ടിൽ എഴുതി വെച്ചോ. നോട്ടില് ഇതേപോലെ ഒരു ഫിഗർ വരച്ചു വെക്കും. ഫസ്റ്റ് ഇതേപോലെ ഒരു ഫിഗർ ഒ എ ബി സി. ദെൻ എഴുതാം എ ആൻഡ് ബി ആർ 2 points on a circle. A and B are 2 points on a circle with the center O. The tangent at these points meet at C. The tangents at these points meet at C. Next line, since AC is tangent. AC എന്താണ്? Tangent. So angle A is equal to 90 degree. Since AC is a tangent, angle A is equal to 90 degree. Next line, since BC is tangent, angle B is equal to 90 degree. Angle B is equal to 90 degree. Then angle B is equal to 90 degree. Then next line, angle A plus angle B up 290 ആയി. Next line, angle A plus angle B is equal to angle A plus angle B is equal to 90 degree എന്ന് കിട്ടി. Angle A plus angle B is equal to 90 plus angle A plus angle B is equal to എന്ത് പറയാ? Equal to ഒരേ ലൈനിൽ എഴുതിക്കോളെ, സ്പേസ് ഇല്ലാതുകൊണ്ട് എങ്ങനെ എഴുതാം? 90 plus 90 which is equal to 180 degree. Angle A plus angle B is equal to 90 plus 90 which is equal to 180 degree. Next line എഴുതാം. In the quadrilateral OACB, the sum of the angles at 2 opposite corners is 180 degree. നമുക്കിപ്പോ പറഞ്ഞ കാര്യം, the sum of the angles at 2 opposite corners is 180 degree. And so it is a cyclic quadrilateral. Next line എഴുതിയ കാര്യം ബോക്സിലാക്കി വെച്ചോളെ. ഇത് quadrilateral with vertices at the center of a circle. The quadrilateral with vertices at the center of a circle, 2 points on it and a point. 2 points on it and a point where the tangent at these points meet. And where the tangent at these points meet is cyclic. Clear ആണല്ലോ? The quadrilateral with vertices at the center of a circle, 2 points on it and the points where the tangent at these point meet is cyclic. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ.
നെക്സ്റ്റ് ലൈനിൽ എഴുതാം ഇൻ എ ക്വാഡ്രിലേറ്ററൽ the sum of the four angles is quadrilateral sum of the four angles എത്രയാ 360 degree. In a quadrilateral the sum of the four angles is the sum of the four angles is 360 degree. Next line so next line so angle O plus next line so angle O plus angle C is equal to 180 degree. Angle O plus angle C is equal to നമുക്ക് എന്താ പറയാ ഡയറക്റ്റ് ചെയ്തണ്ട 360 ആണ് ടോട്ടൽ ആംഗിള്. അതിൽ രണ്ട് ആംഗിൾ കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ 360 മൈനസ് 180 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും 180 ഡിഗ്രി വരും. 360 മൈനസ് 180 which is equal to 180 degree വരും. അപ്പൊ നെക്സ്റ്റ് ലൈനിൽ എന്ത് എഴുതാം നെക്സ്റ്റ് ലൈനിൽ ഒരു കാര്യം കൂടി ബോക്സിലാക്കി വെച്ചോ. നെക്സ്റ്റ് ലൈനില് in a circle the angle between the radii in a circle the angle between the radii ഇതാണ് radii എന്ന് വെച്ചാൽ റേഡിയസ് angle between the radii through 2 points and the angle between the tangents at these points are supplementary. Angle between the tangents at these points are supplementary. കാര്യം ക്ലിയർ ആയല്ലോ. ഒരു സർക്കിൾ എടുക്കുക, അതിന്റെ ഒരു സെന്റർ എടുത്ത് ദെൻ രണ്ട് റേഡിയസ് വരച്ച് ആ രണ്ട് പോയിന്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് അതിന്റെ ടാൻജന്റ് വരച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് സി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വാഡ്രിലേറ്ററൽ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം കൂടി ബോക്സിലാക്കി വെച്ചോ. ഇത് ഈ കാര്യം ബോക്സിലാക്കി വെച്ചോളെ. ഇൻ എ സർക്കിൾ ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയൈ through 2 points and the angle between the tangents at these points are supplementary. അത് ബോക്സിലാക്കി വെച്ചോ. ഓക്കെ.